ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് യൂറിനിലെ കീറ്റോൺ ബോഡി എസ്റ്റിമേഷനെ പറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ യൂറിൻ കെമിക്കൽ എക്സാമിനേഷനെ പറ്റിയാണ് പറഞ്ഞത്. ഇതിൽ ഇന്ന് പറയുന്നത് കീറ്റോൺ ബോഡിയെ പറ്റിയാണ്. അപ്പോൾ കീറ്റോൺ ബോഡി എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്. അത് നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. ഇത് സാധാരണയായിട്ട് ഏത് സമയത്താണ് നമ്മുടെ ശരീരത്തിൽ ഫോം ആകുന്നത്? നമുക്കറിയാം, നമ്മുടെ എനർജി സോഴ്സ്, നമുക്ക് ഊർജം തരുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്ലൂക്കോസ് ആണ്, അഥവാ ഷുഗറാണ്. അതേസമയം ചില സമയത്ത് ഈ ഗ്ലൂക്കോസിൻ്റെ അഭാവം മൂലമോ അമിതമായി ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നത് മൂലമോ ഒക്കെ എന്ത് സംഭവിക്കാം? എനർജി സോഴ്സായിട്ട് ഫാറ്റ് ആക്ട് ചെയ്യും. അതായത് ഫാറ്റിന് ബ്രേക്ക് ഡൗൺ സംഭവിച്ച് കീറ്റോൺ ബോഡി ഫോം ചെയ്യും. അപ്പോൾ ആ കീറ്റോൺ ബോഡിയാണ് എനർജി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് ഗ്ലൂക്കോസിൻ്റെ അഭാവം വരുമ്പോൾ കീറ്റോൺ ബോഡിയാണ് എനർജി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കീറ്റോൺ ബോഡി ഏതൊക്കെയാണെന്ന് നോക്കാം. അസറ്റോ അസറ്റേറ്റ്, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രേറ്റ്, അസറ്റോൺ, ഇത്രയാണ് കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കെമിക്കൽസിനെയാണ്, ഈ പറയുന്ന 3 കെമിക്കൽസിനെ നമ്മൾ യൂറിനിൽ കൂടി കെമിക്കൽ മെത്തേഡ് വഴി കണ്ടെത്തുന്നതാണ് യൂറിൻ കെമിക്കൽ എക്സാമിനേഷനിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, കീറ്റോൺ ബോഡി ഫോം ചെയ്യുന്നത് ഗ്ലൂക്കോസിൻ്റെ അഭാവം വരുമ്പോൾ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ കീറ്റോൺ ബോഡി യൂറിനിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ റീസൺ കൊണ്ട് വരാമെന്ന് നോക്കാം. ഒന്നാമതായി ഡയബറ്റീസ് ആണ്. അപ്പോൾ ഡയബറ്റീസിൻ്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈപ്പ് 1 ഡയബറ്റീസിൽ നമ്മുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണ് പ്രൊഡ്യൂസ് ചെയ്യാതെ വരുന്നു, ഇല്ലേ? സഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാതെ വരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകും? ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ഷുഗർ ലെവൽ കൂടും. ഇപ്പം നാം കഴിക്കുന്ന, ഇപ്പം നോർമലായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കിട്ടുന്ന, നാം കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? നമ്മുടെ എനർജി സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളെ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ വരുന്നതിനെ, അതിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അതായത് നോർമലായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ ഇൻസുലിൻ നോർമലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും ഈ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ അത് ബാലൻസ് ചെയ്ത് നിർത്തുകയുമാണ് ചെയ്യുന്നത്. അതേസമയം ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ കേസിൽ ഇൻസുലിൻ്റെ അവിടെ ഡെഫിഷ്യൻസി ഉണ്ടാകുകയും അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വരുന്ന ഷുഗറിനെ ഇൻസുലിന് കുറയ്ക്കാൻ പറ്റാതെ വരും. ആ ടൈമിലാണ് ബ്ലഡ് ഷുഗർ കൂടുന്നത്. അപ്പോൾ ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്ലഡിൽ എന്ത് കൂടിയാലും അത് യൂറിനിൽ കൂടെ പാസ് ചെയ്യുമെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ ഷുഗർ ലെവലും ബ്ലഡിൽ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് കീറ്റോൺ ബോഡി, ഈ ഡയബറ്റീസിലുള്ളവർക്ക് എന്താണ് കീറ്റോൺ ബോഡിയുമായിട്ടുള്ള ബന്ധം? അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ സെല്ലുകളെല്ലാം ഈ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള എനർജി, അതായത് ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യും, ഇല്ലേ? ഇപ്പോൾ ഡയബറ്റീസിൻ്റെ കേസിൽ ഈ പറയുന്ന ഗ്ലൂക്കോസിനെ മാക്സിമം സെല്ല് അബ്സോർബ് ചെയ്യും, ഇല്ലേ? ഇപ്പോൾ ഒരു ഡയബറ്റീസിൽ ഹൈ ബ്ലഡ് ഷുഗർ ആകുമ്പം അതിനൊരു പരിധിയുണ്ട്, സെല്ലുകൾക്കാണെങ്കിലും ഒരു പരിധിയുണ്ട്. നമ്മൾ എന്തിനാണ് എനർജി അതിനെ സെല്ലുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും തരത്തിൽ നമ്മൾ എനർജിയുടെ ഡിപ്ലീഷൻ വരുവാണെങ്കിൽ അത് ആ ടൈമിൽ അത് യൂട്ടിലൈസ് ചെയ്യും, ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഗ്ലൂക്കോസിനെ. അതേസമയം ഈ ഡയബറ്റീസിൻ്റെ കേസിൽ ഓവറായിട്ടാണ് ഷുഗർ ഉണ്ടാകുന്നത്. അതെല്ലാം സെല്ലുകൾ അമിതമായിട്ട് അതിനെ അബ്സർവ് ചെയ്തെടുക്കുന്നുണ്ട്, അല്ലേ? അമിതമായിട്ട് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അമിതമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുമ്പം ഒരു പരിധി വരെ അതിന് ഇതെല്ലാം ഏൽക്കാൻ പറ്റും. അതേസമയം അത് കൂടുതലായി കഴിഞ്ഞാൽ അതിന് വഹിക്കാനുള്ള കഴിവില്ല, സെല്ലുകൾക്കാണേലും ശരീരത്തിൽ വഹിക്കാൻ കഴിവില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഈ സെല്ലുകൾ ശരിയായ രീതിയിൽ എനർജി, ഗ്ലൂക്കോസിനെ യൂട്ടിലൈസ് ചെയ്യാതെ വരും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഫാറ്റ് ബ്രേക്ക് ഡൗൺ ഉണ്ടാകും. അതായത് ഗ്ലൂക്കോസ് അമിതമാകുമ്പോൾ സെല്ലുകൾക്കും ആ ഒരു കഴിവ് നഷ്ടപ്പെടും, എനർജി ആയിട്ട് ഗ്ലൂക്കോസ് എടുക്കാനുള്ള ആ ഒരു കഴിവ്. അപ്പം ലിവറിലുണ്ടാകുന്ന ഫാറ്റിനെ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കീറ്റോൺ ബോഡി ഉണ്ടാകും. അപ്പോൾ കീറ്റോൺ ബോഡിയാണ് ഈ സമയത്ത്, അതായത് ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ കീറ്റോൺ ബോഡിയാണ് എനർജി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അത് പക്ഷേ നല്ലതാണോ? അല്ല. നമ്മുടെ ശരീരത്തിന് അത് കേടാണ്. നമ്മുടെ ഓർഗനുകൾക്കും കീറ്റോൺ ബോഡി ശരീരത്തിൽ കൂടുന്നത് കേടാണ്. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവരിൽ കീറ്റോൺ ബോഡി കൂടുന്നതിനെ ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നു. അപ്പോൾ അത് ശരീരത്തിന് കേടാണ്. അടുത്തതായി ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാർവേഷൻ. ചില ആൾക്കാർ സ്റ്റാർവേഷൻ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എടുക്കും. അപ്പോൾ ആ ടൈമിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഗ്ലൂക്കോസ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഫാസ്റ്റിംഗ് ആയിരിക്കുന്ന സമയത്ത്
ഫുഡ് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതും കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? മാക്സിമം ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഗ്ലൂക്കോസും ഉപയോഗിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഗ്ലൂക്കോസിന് ആ ഒരു ഡിപ്ലീഷൻ സംഭവിക്കും. അപ്പോഴും ഈ ലിവറിൽ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കീറ്റോൺ ബോഡി ആവുന്നു. അപ്പോൾ ആ കീറ്റോൺ ബോഡി ഉണ്ടാകുന്നതും കേടാണ്. അതുപോലെ തന്നെ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ കീറ്റോ ഡയറ്റ് പോലുള്ള ചില ഡയറ്റ് എടുക്കുന്നവരിൽ അവർ സാധാരണ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കീറ്റോൺ ബോഡി ഫോം ആകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതൊരു ഒരളവിൽ കൂടി കീറ്റോൺ ബോഡിയുടെ ലെവൽ അളവിൽ കൂടിക്കഴിഞ്ഞാൽ അത് ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ കീറ്റോ ഡയറ്റ് എടുക്കുന്നവർ കാർബോഹൈഡ്രേറ്റ് എല്ലാം അവോയ്ഡ് ചെയ്യും. അപ്പോൾ എല്ലാം അവോയ്ഡ് ചെയ്തതിന് ശേഷം ഫാറ്റ് അടങ്ങുന്ന ഫുഡുകൾ അവർ കഴിക്കാൻ ശ്രമിക്കും. അപ്പോൾ കഴിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് ഫാറ്റാണ് അല്ലേ? ഫാറ്റിൽ നിന്നുണ്ടാകുന്ന എനർജി എന്ന് പറഞ്ഞാൽ കീറ്റോൺ ബോഡിയാണ്. അപ്പോൾ കീറ്റോ ഡയറ്റ് എടുക്കുന്നവരിൽ കീറ്റോസിസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലോട്ട് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതായത് ഷുഗറിനെ അവോയ്ഡ് ചെയ്ത് കീറ്റോൺ ബോഡി ഫോം ചെയ്യണം. അപ്പോഴാണ് അവരുടെ ഡയറ്റ് കംപ്ലീറ്റ് ആയെന്ന് പറയുന്നത്. അതായത് കീറ്റോൺ ബോഡി ഫോം ചെയ്യണം. എങ്കിൽ തന്നെയും ചില പഠനങ്ങൾ പറയുന്നത് കീറ്റോ ഡയറ്റ് എടുക്കുന്നത് ഒരു പരിധി കൂടുതൽ എടുക്കുന്ന ഓർഗനുകൾക്കൊക്കെ കേടാണെന്നും പറയുന്നുണ്ട്. അപ്പം കീറ്റോ ഡയറ്റ് പക്ഷേ വെയിറ്റ് ലോസിന് നല്ല ഒരു ഡയറ്റാണ് കീറ്റോ ഡയറ്റ്. അതിൽ എന്താണ് സംഭവിക്കുന്നത്? കീറ്റോൺ ബോഡി ഫോം ചെയ്യുന്നതാണ് നോക്കുന്നത്. അടുത്തതായിട്ട് പ്രഗ്നൻസിയാണ്. പ്രഗ്നൻസിയിൽ സാധാരണ ഇതുപോലെ തന്നെ കീറ്റോൺ യൂറിയ ഉണ്ടാകും. അതായത് കീറ്റോൺ ബോഡി യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ആവും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെയാണ് സാധാരണയായിട്ട് പ്രഗ്നൻസിയിൽ ഈ പറയുന്ന കീറ്റോൺ ബോഡി യൂറിനിൽ കാണുന്നത്. അതിനെ കീറ്റോൺ യൂറിയ എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ വോമിറ്റിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ശരീരം ആ ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ ആ ഒരു അഭാവം വരികയും ആ സമയത്ത് ഈ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കീറ്റോൺ ബോഡി ഫോം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ വോമിറ്റിംഗ് കൂടുതൽ അതിപ്പം പ്രഗ്നൻസിയിലായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ വോമിറ്റിങ്, ഡീഹൈഡ്രേഷൻ ഇതൊക്കെ വരുന്ന സമയത്ത്, സ്റ്റാർവേഷന് ഇതൊക്കെ വരുന്ന സമയത്ത് ശരീരത്തിലെ എനർജിയായ ഗ്ലൂക്കോസ് അവിടെ കുറഞ്ഞിട്ട് ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കീറ്റോൺ ബോഡി ഫോം ചെയ്യുന്നു. അപ്പോൾ പ്രഗ്നൻസിയിലും അങ്ങനെ വരാറുണ്ട്. പിന്നെ അല്ലാതെ കുറേ മെഡിക്കൽ കണ്ടീഷൻസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്, അതായത് ഡയബറ്റീസ് ഉള്ളവരിൽ കീറ്റോൺ ബോഡി അതൊരു ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് എന്നുള്ള ഒരു സ്റ്റേജിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ലിവർ ഡിസീസ് ഉള്ളവരിലും ഇതുപോലെ തന്നെ കീറ്റോൺ ബോഡി കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉള്ളവരിൽ ഇതിലെല്ലാം തന്നെ കീറ്റോൺ ബോഡി വരാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ ഇതിനകത്ത് യൂറിനകത്ത് നമ്മൾ നോക്കുമ്പോൾ കീറ്റോൺ ബോഡിയുടെ പ്രസൻസ് ആയിരിക്കും കാണിക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റാർവേഷൻ ഇരിക്കുന്ന ഒരു പേഷ്യൻ്റ് യൂറിനെടുത്ത് നോക്കുവാണെങ്കിലും അതുപോലെ തന്നെ ഡയബറ്റിക്, അതായത് നല്ല രീതിയിൽ ഷുഗർ ഹൈ ആയിട്ടുള്ള ചില പേഷ്യൻസിനായിക്കോട്ടെ അങ്ങനെ, അതുപോലെ ഡീഹൈഡ്രേഷൻ, വോമിറ്റിംഗ് ഇങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിൻ്റെയൊക്കെ യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കീറ്റോൺ ബോഡി കാണിക്കാൻ സാധ്യതയുണ്ട്. അത് പോസിറ്റീവ് ആയിരിക്കാം. അത് ഗ്രേഡിംഗ് ആണ് കൊടുക്കുന്നത്, +2+ അങ്ങനെയുള്ള ഗ്രേഡിംഗ് ആണ് കൊടുക്കുന്നത്. ഇത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. കീറ്റോൺ ബോഡി യൂറിനിൽ വരുന്നത് ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് ആണ്. ഇതൊരു ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനാണ് ശരിക്കും. അത് പെട്ടെന്ന് തന്നെ നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റേണ്ടതായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് സാധാരണയായിട്ട് ഈ ഡയബറ്റീസ് ഉള്ളവരിലൊക്കെ ആ ഒരു ഡീഹൈഡ്രേഷൻ്റെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവരിലും അല്ലാതെ തന്നെ ഡീഹൈഡ്രേറ്റ് ആകുന്നവരിലും ഒക്കെ കീറ്റോൺ ബോഡി കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉള്ളവരിൽ നമ്മുടെ ശരീരത്തിൽ ഇന്നഡിക്വേറ്റഡ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ മാൽന്യൂട്രീഷനാണ്, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയാണ്. അങ്ങനെയുള്ള സമയത്ത് കീറ്റോൺ ബോഡി ഉണ്ടാകുന്നുണ്ട്. കീറ്റോൺ ബോഡി ഇനി യൂറിനിൽ കണ്ടെത്തുന്ന ടെസ്റ്റാണ് റോദറാസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റോദറാസ് ടെസ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. റോദറാസ് ടെസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റിയാക്ഷൻ ബിറ്റ്വീൻ കീറ്റോൺ ബോഡീസ്, that is acetoacetate, beta hydroxybutyrate and acetone and sodium nitroprusside in an alkaline medium. The reaction produces a purple colored compound indicate ketone bodies. അപ്പോൾ നമുക്ക് ഇതിനകത്ത് റിയേജൻറ്റ് എന്താണെന്ന് നോക്കാം. സാധാരണ റോദറാസ് ടെസ്റ്റ് ചെയ്യുന്ന മെയിൻ റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ റോദറാസ് റിയേജൻ്റ് ആണ്. ഇതിനകത്തുള്ള കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം നൈട്രോപ്രൊസൈഡും അമോണിയം സൾഫേറ്റും അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ സോഡിയം നൈട്രോപ്രൊസൈഡ്, അമോണിയം സൾഫേറ്റ് ഉള്ള ആ ഒരു മിക്സ്ചറിനകത്തെയും നമ്മൾ ഈ റിയേജൻറ്റിനകത്തോട്ട് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോഴാണ് അതിനൊരു ആൽക്കലൈൻ ആകുന്നത് അപ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആൽക്കലൈൻ മീഡിയത്തിലുള്ള ആ റിയേജൻറ്റ്, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡിനകത്തോട്ട് നൈട്രോപ്ലസൈഡ് ആഡ് ചെയ്തിട്ടുള്ള റിയേജൻ്റ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ യൂറിൻ ആഡ് ചെയ്യുമ്പോൾ യൂറിനകത്തെയും കീറ്റോൺ ബോഡി പ്രസൻ്റ് ആണെങ്കിൽ അസറ്റോ അസറ്റേറ്റ്, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രേറ്റ്, അസറ്റോൺ, ഇതിലേതെങ്കിലുമുള്ള കീറ്റോൺ ബോഡി പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകും? ഒരു പർപ്പിൾ കളേർഡ് കോമ്പൗണ്ട് ഉണ്ടാകും. അതുണ്ടെങ്കിൽ കീറ്റോൺ ബോഡി ഉണ്ടെന്നാണ് അർത്ഥം. അതേസമയം ആ ഒരു കളർ ഫോം ചെയ്തില്ല, യെല്ലോ കളറിലാണ് കാണുന്നതെങ്കിൽ കീറ്റോൺ ബോഡി നെഗറ്റീവ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മളൊരു ട്യൂബ് എടുക്കുക. ആ ട്യൂബിനകത്തോട്ട് യൂറിൻ സാമ്പിൾ കുറച്ച് ഒഴിക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് റോദറാസ് റിയേജൻറ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കളർ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. പർപ്പിൾ കളർ ഉണ്ടെങ്കിൽ അത് കീറ്റോൺ ബോഡി ഉണ്ടെന്നാണ് അർത്ഥം. ഇപ്പോൾ നമുക്ക് കിറ്റെല്ലാം കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ്, ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. പക്ഷേ അല്ലാതൊരു മെത്തേഡൂടെ ഉണ്ട്. ഏകദേശം ഒരു ട്യൂബ് എടുക്കുക, അതിനകത്തോട്ട് ഒരു 5 ml യൂറിൻ എടുക്കുക. ഇതിനകത്തോട്ട്, ഈ യൂറിനകത്തോട്ട് സോഡിയം നൈട്രോപ്ലസൈഡിൻ്റെ ക്രിസ്റ്റലുണ്ട്, അത് ക്രിസ്റ്റൽ ഫോമിലായിരിക്കും. അത് ഒരു പൗഡർ ഫോമിലായിട്ട് ആക്കിയിട്ട് അതിൻ്റെ ഒരു പിഞ്ചായിട്ട് അത് ഈ ക്രിസ്റ്റൽ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ട്യൂബിനകത്തെ ഈ യൂറിനും ഈ ക്രിസ്റ്റലൂടെ നന്നായിട്ട് മിക്സ് ആക്കണം. മിക്സ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൈട്രോപ്ലസൈഡിൻ്റെ ക്രിസ്റ്റൽ, സോഡിയം നൈട്രോപ്ലസൈഡിൻ്റെ ക്രിസ്റ്റൽ യൂറിനുമായിട്ട് നന്നായിട്ട് മിക്സ് ആക്കി ഡിസോൾവ് ആകണം ഈ ക്രിസ്റ്റൽ. അപ്പോൾ ഡിസോൾവ് ആയതിനു ശേഷം അമോണിയം സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾട്ട് പോലുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് അമോണിയം സൾഫേറ്റ് നമ്മൾ ഈ ഒരു മിക്സ്ചറിനകത്തോട്ട്, സോഡിയം നൈട്രോപ്ലസൈഡും യൂറിനും മിക്സ് ചെയ്ത ആ ഒരു മിക്സ്ചറിനകത്തോട്ട് അമോണിയം സൾഫേറ്റ് ആഡ് ചെയ്യുക. അതായത് സോൾട്ടിൻ്റെ രൂപത്തിലുള്ളതാണ്. അപ്പോൾ അമോണിയം സൾഫേറ്റ് ആഡ് ചെയ്യുമ്പം ഇത് സാച്ചുറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ച് ആഡ് ചെയ്യുക, കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം ഡിസോൾവ് ചെയ്യുക, നന്നായിട്ട് ഡിസോൾവ് ചെയ്യുക. അപ്പോഴും ഈ ഒരു ഡിസോൾവ് ആയിക്കഴിഞ്ഞ് വീണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ ഈ ലാസ്റ്റ് ആകുമ്പോൾ ഈ ഡിസോൾവ് ആകാതെ വരും, കുറച്ച് ഈ പറയുന്ന അമോണിയം സൾഫേറ്റ് അതിനകത്ത് റിമൈനിങ് ഇങ്ങനെ കിടക്കും. അതാണ് സാച്ചുറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. മാക്സിമം ആ ഒരു സൊല്യൂഷനെ ഡിസോൾവ് ചെയ്തിട്ട് അവസാനം വരെ അവസാനം നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കാം, പക്ഷേ ഇത് കുറേ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സൊല്യൂഷന് ഒരു കപ്പാസിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ അത് ആ ഒരു കഴിയുമ്പോഴത്തേക്കും അത് ഡിസോൾവ് ആകാതെ വരും ഇല്ലേ. നമ്മളിപ്പോൾ ഒരു ലെമൺ ജ്യൂസ് എടുക്കുകയാണെങ്കിൽ അതിനകത്തിപ്പോൾ ഒരു സോൾട്ട് നമ്മൾ ആഡ് ചെയ്തിട്ട് കുറേ ആഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് കുറേ ഒരുപാട് സോൾട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് കുറേ ഡിസോൾവ് ആകാതെ കിടക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ, അങ്ങനെ വരുമ്പോൾ അതിനെ ആ സൊല്യൂഷൻ സാച്ചുറേറ്റ് ആയെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ അമോണിയം സൾഫേറ്റ് നമ്മളിങ്ങനെ ഓരോ സ്പൂൺ വെച്ച് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഡിസോൾവ് ആകാതെ കിടക്കുന്ന ആ ഒരു സ്റ്റേജിലെത്തുമ്പം ഇത് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം ഒരു ട്യൂബ് എടുത്തിട്ട് 5 ml യൂറിൻ എടുത്തു. അതിനകത്തോട്ട് നമ്മൾ സോഡിയം നൈട്രോപ്ലസൈഡ് ക്രിസ്റ്റൽ പിഞ്ച് ആഡ് ചെയ്തു. അതിനുശേഷം ഈ ട്യൂബ് നന്നായിട്ട് മിക്സ് ചെയ്തു, ഡിസോൾവ് ചെയ്തു. അതിനുശേഷം അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇത് ആഡ് ചെയ്തു. അതിനുശേഷം സാച്ചുറേറ്റ് ചെയ്തതിന് ശേഷം ഈ ടെസ്റ്റ് ട്യൂബ് ഒരു റാക്കിൽ അനക്കാതെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ കൂടെ 2 to 3 ml കോൺസെൻട്രേറ്റഡ് അമോണിയ അല്ലെങ്കിൽ ലിക്വർ അമോണിയ എന്ന് പറയും. അപ്പോൾ 2 to 3 ml കോൺസെൻട്രേറ്റഡ് അമോണിയ അഥവാ ലിക്വർ അമോണിയ ആഡ് ചെയ്യുക. അത് കെയർഫുള്ളായിട്ട് ആഡ് ചെയ്യണം, കാരണം അതിൻ്റെ സൈഡിൽ കൂടെ ആഡ് ചെയ്യാവും. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അത് ഈ പറയുന്ന കീറ്റോൺ ബോഡി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സൊല്യൂഷൻ്റെ ജംഗ്ഷനിലായിട്ട് പർപ്പിൾ കളേർഡ് റിങ് ഫോം ചെയ്യും. അതായത് ഈ പിക്ചർ കാണിച്ചിട്ടുണ്ട്, പർപ്പിൾ കളർ ഫോം ചെയ്ത കീറ്റോൺ ബോഡി പോസിറ്റീവാണ്, അതേസമയം മറ്റേത് നെഗറ്റീവാണ്. അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുവാണെങ്കിൽ റോദറാസ് ടെസ്റ്റ് അഥവാ കീറ്റോൺ ബോഡി പോസിറ്റീവാണെന്ന് പറയാം. അപ്പോൾ ചെയ്യുന്ന പ്രൊസീജിയർ, ഇപ്പോൾ റോദറാസ് പൗഡർ അവൈലബിൾ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ആഡ് ചെയ്യേണ്ടത് അമോണിയയുടെ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് സോഡിയം നൈട്രോപ്ലസൈഡ് യൂറിൻ എടുക്കുക, 5 ml യൂറിൻ എടുത്തതിന് ശേഷം സോഡിയം നൈട്രോപ്ലസൈഡിൻ്റെ ക്രിസ്റ്റൽ അതിനകത്തോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അത് ഡിസോൾവ് ചെയ്യണം. അതിനുശേഷം അമോണിയം സൾഫേറ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം യൂറിനകത്തോട്ട്. എന്നിട്ട് അത് സാച്ചുറേറ്റ് ചെയ്യണം. സാച്ചുറേറ്റ് ആയി കഴിയുമ്പോൾ 2 to 3 ml കോൺസെൻട്രേറ്റഡ് അമോണിയ അഥവാ ലിക്വർ അമോണിയ ഈ ട്യൂബിൻ്റെ സൈഡിൽ കൂടെ പെതുക്കെ ആഡ് ചെയ്യുക. പെതുക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് പർപ്പിൾ കളറുടെ റിങ് ഫോം ചെയ്യുകയാണെങ്കിൽ
കീറ്റോൺ ബോഡി പോസിറ്റീവ്. അതേസമയം കീറ്റോൺ ബോഡി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യെല്ലോ കളറിൽ മാത്രമായിരിക്കും കാണുന്നത്. ഈ പർപ്പിൾ കളർ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ്റെ ജംഗ്ഷനിലായിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. അത് മിഡിലായിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. ഈ റിങ്ങിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ, അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറ്റോൺ ബോഡി എന്തുമാത്രം ഉണ്ടെന്നുള്ളതിനെ അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും തന്നെ മാനുവൽ ചെയ്ത് നോക്കാറുണ്ട്. കൂടുതലും യൂറിൻ സ്ട്രിപ്പാണ്. ഓൾറെഡി ഞാൻ മറ്റ് വീഡിയോസിനകത്തെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. യൂറിൻ സ്ട്രിപ്പാണ് നമ്മൾ യൂറിനെ ഡിപ്പ് ചെയ്തിട്ട് അത് കളർ ചാർട്ടുമായിട്ട് നോക്കിയിട്ട് ഏത് കളറാണോ വരുന്നത് അതുണ്ടെങ്കിൽ അത് പോസിറ്റീവ്, കീറ്റോൺ ബോഡി പോസിറ്റീവ് എന്ന് കൊടുക്കും. ഗ്രേഡിങ്ങും ഉണ്ട്. +, 1+, 2+, അങ്ങനെയുള്ള 3+, അങ്ങനെ ഗ്രേഡിങ്ങും ഉണ്ട്. അങ്ങനെയാണ് കൊടുക്കാറ്.